മൈക്ക് DC ആണ്. ഞാൻ ഇന്നലെ പെട്ടെന്ന് വൈറസ് പ്രോബ്ലം ആയിട്ട് പോയതായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ദുആ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും. ധാരാളം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരാളാലും ആക്ഷേപിക്കപ്പെടാത്ത തീർത്തും സഹീഹായ ഹദീസ്, അന സയ്യിദു വലദി ആദം, ഞാൻ മനുഷ്യർക്ക് സയ്യിദാണ്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ, ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ വളരെ മനോഹരമായി കൊണ്ട് ഈ ഹദീസിനെ വിശദീകരിക്കുന്നു. എന്താ സയ്യിദിന്റെ അർത്ഥം? ഹുവല്ലദീ യുഹ്സാ ഇലൈഹി ഫിന്നവാഇദി വശദായിദ്. പ്രയാസങ്ങളുണ്ടാകുമ്പോ, പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകുമ്പോ ആ പ്രയാസങ്ങളിൽ അവലംബമാക്കപ്പെടുന്നവർ. ഫയഖൂമു ബിഅംരിഹിം, പ്രയാസമുള്ളവരുടെ കാര്യങ്ങളെ ഏറ്റെടുത്ത് നടത്തുന്നവർ. വയതഹമ്മലു അൻഹും മകാരിഹും വയദ്ഫൗഹാ അൻഹും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സയ്യിദ് എന്ന് ആരെക്കുറിച്ച് പറഞ്ഞോ അവർ ഒഴിവാക്കി കൊടുക്കും. ഇതാ സയ്യിദിന്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദാണെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇനി നാം ചിന്തിക്കൂ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ സയ്യിദ് എന്ന് പറഞ്ഞ ഈ വിശേഷണം അവിടുത്തെ വഫാത്തോടുകൂടി അവസാനിച്ചു എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ സയ്യിദാണെങ്കിൽ ഒട്ടും കുറവില്ലാതെ ദുനിയാവിൽ എങ്ങനെ സയ്യിദായോ അതേ രൂപത്തിൽ ബർസഖിലും സയ്യിദ, അതേ രൂപത്തിൽ ആഖിറത്തിലും സയ്യിദ. വിശദീകരിക്കാൻ സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സയ്യിദ് എന്ന ഈ വിശേഷണം അവിടുത്തെ വഫാത്തോടുകൂടി നീങ്ങിപ്പോയതായി ഒരു രേഖയിലുമില്ല, ഒരു പ്രമാണത്തിലുമില്ല, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. എന്നും സയ്യിദ. എന്താ സയ്യിദിന്റെ അർത്ഥം? ആരുടെ സയ്യിദാണോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രയാസങ്ങൾ അവരിലേക്ക്, ആ പ്രയാസങ്ങൾ തീരാൻ ഒരു അത്താണിയായിക്കൊണ്ട് അവരെ കാണുമ്പോ ആ പ്രയാസങ്ങളെ ഒഴിവാക്കി കൊടുക്കുന്നവർ. ഇതാ സയ്യിദിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രൂപത്തിൽ പഠിപ്പിച്ചെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ട് അനുഭവിച്ച് തൗഹീദും ശിർക്കും മനസ്സിലാക്കിയ മഹാന്മാരായ സഹാബിമാർ ഇത് തന്നെയാണ് ഉൾക്കൊണ്ടത്, ഇത് തന്നെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഞാൻ ചുരുക്കി പറയുകയാണ് ഓരോ വിഷയവും. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനാണ്, ലോകം അംഗീകരിക്കുന്ന ഇമാമാണ്, മുഹദ്ദിസാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ സനദ് സഹീഹാണെന്ന് പറയുന്ന ഒരു സംഭവം, മഹാനായ ബിലാൽ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു സഹാബിയ, രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, ആ ഭരണസമയത്ത് വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോ, വെള്ളമില്ലാത്ത പ്രയാസം അനുഭവപ്പെട്ടപ്പോ, മഴ ലഭിക്കാതെ പ്രയാസം അനുഭവപ്പെട്ടപ്പോ മഹാനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഇസ്തസ്ഖിൽ ഉമ്മത്തിക യാ റസൂലല്ലാഹ് ഫഇന്നഹും ഖദ് ഹലകൂ. അല്ലാഹുവിന്റെ റസൂലെ ഖബറിൽ കിടക്കുന്ന ഹബീബിനെയാണ് വിളിക്കുന്നത്. നാം ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ സയ്യിദാകുന്നുവെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. മറ്റുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പല പ്രയാസങ്ങളും ഉണ്ടായപ്പോ ആ പ്രയാസങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുന്നു. കണ്ണുരോഗമുണ്ടായപ്പോ, മഹാനായ സലമത്ത് ഇബ്നു അക്വ റളിയല്ലാഹു അൻഹു കാലിൽ വെട്ടേറ്റപ്പോ, വെള്ളമില്ലാത്ത പ്രയാസം വന്നപ്പോ, ഇങ്ങനെ ഒരുപാട്, മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവർക്ക് മറവിയുടെ പ്രയാസമുണ്ടായപ്പോ, ഇങ്ങനെ ധാരാളം സംഭവങ്ങളിൽ സയ്യിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി കൊണ്ടുകൊണ്ട് അവിടുത്തെ ഹയാത്ത് കാലത്ത് അവരുടെ പ്രയാസങ്ങൾ തീരാനുള്ള വഴിയായിക്കൊണ്ട്, വസീലയായിക്കൊണ്ട്, അത്താണിയായിക്കൊണ്ട് കാണുന്നു. ഇതേ രൂപത്തിൽ വഫാത്തിന് ശേഷവും ജീവിച്ചിരിക്കുമ്പോ പറ്റും, വഫാത്തോടുകൂടി പാടില്ല, ശിർക്കാവും.
ഇത് മഹാന്മാരായ സഹാബിമാർ മനസ്സിലാക്കിയിട്ടില്ല, ഇമാമാർ ആരും രേഖപ്പെടുത്തിയിട്ടില്ല. മഹാനായ ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖബർ ഷരീഫിൽ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖബറിൽ കിടക്കുന്ന ഹബീബിനെയാണ് വിളിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, ഇസ്തസ്ഖിൽ ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്ത് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാകുന്നു, മഴ വേണം, നിങ്ങൾ അല്ലാഹുവിനോട് പറയേ. ഫഇന്നഹും ഖദ് ഹലക്കു, അവർ വലിയ പ്രയാസത്തിലാണ്. ഈ സംഭവം സഹീഹല്ല. ഈ സംഭവം ആർക്കാ ഇതിനെക്കുറിച്ച് വല്ല നൂനയും പറയാൻ സാധിക്കുക? ഏതെങ്കിലും ഒരു വഹാബിക്ക് സാധ്യമാണോ? ഏതെങ്കിലും ഒരു മൗദൂദിക്ക് പറയാൻ സാധ്യമാണോ? ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ടല്ലേ മഹാനായ ഹാഫിദ് ബിൻ ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ലോകം അംഗീകരിക്കുന്ന മുഹദ്ദിസ്, ഫത്ഹുൽ ബാരിയുടെ മുസന്നിഫ്, മഹാനവറുകൾ പറഞ്ഞു, ബിസ്നാദിൻ സഹീഹിൻ, ഇതിന്റെ പരമ്പര സഹീഹാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ബിദായത്ത് വൻ നിഹായിൽ പറഞ്ഞു, ഇസ്നാദുഹു സഹീഹുൻ, ഇതിന്റെ പരമ്പര സഹീഹാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ പ്രശസ്ത ഹദീസ് ഗ്രന്ഥം അൽ മുസ്നദുൽ ഫാറൂഖ് അതിൽ പറഞ്ഞു, ഇസ്നാദുഹു ജയ്യിദുൻ ഖവിയ്യുൻ, ഇതിന്റെ പരമ്പര ജയ്യിദാണ്, ഖവിയാണ്, ശക്തമാണ്, വളരെ നല്ലതാണ്. ഇവർക്കാർക്കും ഈ ഹദീസിൽ എന്തെങ്കിലും ഒരു ന്യൂനത മനസ്സിലായിട്ടില്ല. ഇതിന്റെ ഓരോ റാവിമാരെ പരിശോധിക്കുമ്പോഴും ആ റാവിമാർ ഉസൂലുൽ ഹദീസിന്റെ നിയമപ്രകാരം എന്തെങ്കിലും ഒരു ന്യൂനതയുള്ളവരല്ല എന്ന് മാത്രമല്ല, സിഹാഹു സിത്തകളിൽ സഹീഹുൽ ബുഖാരി അടക്കം സഹീഹ് മുസ്ലിം അടക്കമുള്ള ഹദീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബുകളിൽ ഈ പറയപ്പെട്ട റാവിമാരുടെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സ്വപ്നമാണെന്നാ പലരും പറയാറുള്ളത്, അങ്ങനെയാണ് ആക്ഷേപിക്കാറുള്ളത്. ഇതെന്ത് സ്വപ്ന? മഹാനായ ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലല്ല ഖബർ ഷരീഫിൽ അടുത്തേക്ക് ചെന്നിട്ടുള്ളത്, സ്വപ്നത്തിലല്ല യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിൽ ഉമ്മത്തിക എന്ന് പറഞ്ഞിട്ടുള്ളത്, ഉണർച്ചയിൽ തന്നെയാണ്. മഹാനായ സഹാബി ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അതിൽ ശിർക്കുണ്ടാകും, അത് തൗഹീദിനെതിരാണ്, മനസ്സിലാക്കിയിട്ടില്ല. ഏതെങ്കിലും ഒരു സഹാബിനെ വിമർശിച്ചിട്ടില്ല. മാത്രമല്ല, ഈ മുസ്നദുൽ ഫാറൂഖ് ഉദ്ധരിച്ചപ്പോ, ഇതിന്റെ സനദിനെ ശരിവെച്ചപ്പോ തീർത്തും നമുക്ക് ആലോചിക്കാമല്ലോ, ഈ ശിർക്കൽ സമ്പ്രദായത്തെ ശരിവെക്കുകയായിരുന്നോ ഈ മഹാന്മാരായ മുസന്നിഫീങ്ങൾ, മുഹദ്ദിസീങ്ങൾ. ദശക്കണക്കിന് ഹദീസിന്റെ കിതാബുകളിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്, നൂറ്റാണ്ടുകളായിക്കൊണ്ട്. ഈ മുഹദ്ദിസീങ്ങളെല്ലാം ഈ സംഭവങ്ങളുടെ കിതാബുകൾ ഉദ്ധരിക്കുക വഴി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മഹാനായ ഒരു സഹാബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ശിർക്കൽ കഥ ലോകത്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. സാക്ഷാൽ ഇബ്നു തൈമിയ അടക്കം അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീമിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടില്ലേ? എന്തെങ്കിലും ഒരു ന്യൂനത പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇതിൽ അവസാനിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സഹാബിയല്ലേ, സുദീർഘമായ സംഭവമാണ്. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഷാമിലേക്ക് താമസം മാറ്റി. മദീനയിൽ നിന്ന് ഷാമിലേക്ക് താമസം മാറ്റി. ഷാമിൽ താമസിക്കുമ്പോ മദീനയിലേക്ക് വരേണ്ടുന്നൊരാവശ്യമുണ്ടായി. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ല. 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ് മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത്. 7 ദിവസം യാത്ര ചെയ്യുന്നു. അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മദീനയിൽ നിന്ന് വീണ്ടും ഷാമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഒരാവശ്യമുണ്ട്. എന്താ ആവശ്യം? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ് ഷാമിൽ നിന്ന് മദീനയിലെത്തിയതെങ്കിൽ ഇങ്ങനെ വീണ്ടും ദീർഘമായ യാത്രക്ക് സമയമില്ല. 7 ദിവസം യാത്ര ചെയ്തുകൊണ്ട് എത്തിയാൽ പോരാ, ഷാമിലേക്ക് പെട്ടെന്ന് എത്തണം. എന്താ മാർഗമായിക്കൊണ്ട് മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്? 2.5 ദിവസം കൊണ്ട് ഷാമിലേക്ക് എത്തുന്നു. 2.5 ദിവസം കൊണ്ട്. എന്താ കാരണം? മഹാനായ ഇമാം നഅവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്രീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിൽ, അതുപോലെ തന്നെ മറ്റ് പല കിതാബുകളിലും പറയുന്നു, ബിദുആഇഹി ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വതശഫുഹി ബിഹി ഫീ തഖരീബി തരീഖിഹി. ആലോചിക്കേണ്ട വിഷയമല്ലേ? വഴി ചുരുങ്ങിക്കിട്ടണം. ദീർഘമായിക്കൊണ്ട് യാത്ര ചെയ്യാൻ സമയമില്ല. വഴി ചുരുങ്ങിക്കിട്ടണം. അതിനുവേണ്ടി ബിദുആഇഹി ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുത്ത് പോയി
മഹാനവറുകൾ ദുആ ചെയ്യുന്നു. വതശഫഉഹി ബിഹി ഫീ തഖരീബി തരീഖിഹി, വഴി ചുരുങ്ങി കിട്ടുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് ചോദിക്കുന്നു, ശഫാഅത്ത് തേടുന്നു. ഇതിന്റെ ഫലമായിക്കൊണ്ട് 2.5 ദിവസം കൊണ്ട് ഷാമിലേക്ക് തിരിച്ചെത്തുന്നു. ഇത് കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമല്ലേ? പ്രയാസങ്ങളുണ്ടാകുമ്പോ, പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകുമ്പോൾ മഹാന്മാരെ സമീപിക്കുക, മഹാന്മാരോട് സങ്കടം പറയുക, അവരുടെ സഹായം തേടുക, അവരുടെ സഹായം പ്രതീക്ഷിക്കുക, ഇതൊക്കെ ഖുർആൻ അംഗീകരിച്ചു, സഹാബിമാർ ചെയ്തു. മഹാന്മാരായ പൂർവ്വസൂരികളായ ഖുർആൻ വ്യാഖ്യാതാക്കളും ഹദീസ് പണ്ഡിതന്മാരും സ്വീകരിക്കേണ്ടെന്ന് അനുകരിക്കേണ്ടെന്ന് മഹാന്മാരും അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി. എന്തൊക്കെ വിഡ്ഢിത്തരങ്ങൾ, ആവശ്യങ്ങളും അബദ്ധങ്ങളുമാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പുസ്തകം ഇത് കുഞ്ഞീദ് മദനി എഴുതിയ പുസ്തകമാണ്. ഇന്ന് മുജാഹിദുകൾ പല ഗ്രൂപ്പുകളാണെങ്കിലും എല്ലാ ഗ്രൂപ്പുകാർക്കും വേണ്ടപ്പെട്ട വ്യക്തിയാണ് കുഞ്ഞീദ് മദനി. ആ കുഞ്ഞീദ് മദനി എഴുതിയ ഈ പുസ്തകത്തിന്റെ 19-23 പേജുകളിൽ പറയുന്നുണ്ട്. ഈ അടുത്തിടെ കഴിഞ്ഞ പേരാമ്പ്ര സംവാദം, ആവള സംവാദം, ആ ആവള സംവാദത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പക്ഷത്തു നിന്നുകൊണ്ട് പങ്കെടുത്ത അഭിഗമ്യരായ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ചോദ്യം ചോദിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സംവാദ വേദികളിലും മുഖാമുഖ വേദികളിലും വലിയ വീരന്മാരായിക്കൊണ്ട് തിളങ്ങി നടക്കുന്ന ഹനീഫ് കായക്കൊടിയും മനസ് മൗലവിയും സമസ്തയുടെ ആലിമീങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെട്ടുകൊണ്ട് വഹാബി തൗഹീദിന്റെ ആശയപാപ്പരത്വം മൗനമായി അംഗീകരിക്കുന്ന അവസ്ഥയാണ് ഈ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് പേരാമ്പ്രയിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ പുസ്തകത്തിൽ പറയുന്നു, അഭൗതിക മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നത് അത് തൗഹീദിനെതിരാണ്, ശിർക്കാണ്. അഭൗതിക മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നത് ശിർക്കാണ്. എന്താണ് ഈ അഭൗതിക മാർഗം? മറ്റൊരു മുജാഹിദ് പണ്ഡിതൻ MPA ഖാദർ കരുവമ്പയിൽ എഴുതിയ പുസ്തകത്തിന്റെ 47-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, അഭൗതിക മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ആളുകൾക്ക് കഴിയാത്ത കാര്യങ്ങളല്ല. സാധാരണ ആളുകൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ഒരു മഹാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ശിർക്കാണ്. സാധാരണ അഭൗതിക മാർഗമെന്നാൽ സാധാരണ ആളുകൾക്ക് കഴിയാത്ത കാര്യമെന്നാണ്. ഇങ്ങനെ സാധാരണ ആളുകൾക്ക് കഴിയാത്ത കാര്യം മഹാന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ശിർക്കാണ്. ഇതാണോ തൗഹീദ്? ദാരി പഠിപ്പിച്ച ലോകത്തുണ്ടാവുക ിക്കുന്നെങ്കിൽ അത് തൗഹീദിനെതിരാണ്, ശിർക്കാണെന്ന് കരുവമ്പയിൽ പറയുമ്പോ, കുഞ്ഞീദ് മദനി പറയുമ്പോ, KNM പ്രസിദ്ധീകരിക്കുമ്പോ ആലോചിക്കണ്ടേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഈ തൗഹീദ് സഹാബിമാർക്ക് മനസ്സിലായിട്ടില്ല. ഈ തൗഹീദ് പ്രവാചകന്മാർ പഠിപ്പിച്ചതല്ല. ഈ തൗഹീദ് ഇമാംമാർ പരിചയപ്പെടുത്തിയതല്ല. സുദീർഘമായ സംഭവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയർപ്പ് ശേഖരിച്ച സംഭവം ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട വയർപ്പ് ശേഖരിക്കുന്നു. ആ വയർപ്പ് ശേഖരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, അല്ല ഉമ്മു സുലൈം, എന്താ നിങ്ങളെ കാണിക്കുന്നത്? ഉമ്മു സുലൈം പറഞ്ഞു, ഹാദാ അറഖുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇത് അങ്ങയുടെ വയർപ്പായി കുപ്പിയിലുള്ളത്. നിർജു ബറക്കത്തുഹു ലിസിബിയാനിനാ, ഇതിന്റെ ബറക്കത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വഹു മിൻ അത്യബി തീബിനാ, ഞങ്ങളുടെ ഏറ്റവും വലിയ അത്തറായിക്കൊണ്ട് ഞങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നു, ഏറ്റവും സുഗന്ധമുള്ള വസ്തുവായിക്കൊണ്ട്. സാധാരണ ആളുകൾക്ക് കഴിയാത്തൊരു കാര്യം മഹാന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോ അത് ശിർക്കാണെന്ന് എഴുതിയ വഹാബികളെ, മുജാഹിദുകളെ ആലോചിക്കണം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ഒരു സാധാരണ വ്യക്തിയുടെ വയർപ്പ്, ആ വയർപ്പ് രോഗത്തിന് ഔഷധമായിക്കൊണ്ടോ അത്തറായിക്കൊണ്ടോ ഉപയോഗിക്കുമോ?
ഇത് സാധാരണ വ്യക്തികൾക്ക് സാധിക്കാത്ത കാര്യമല്ലേ? ഇതൊരു മഹാനെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് ശിർക്കാണെന്ന് കുഞ്ഞീടും അതിന് എഴുതുമ്പോ, ഖാദർ കരുവുമ്പിൽ വിശദീകരിക്കുമ്പോ, ഈ പുസ്തകം KNM പ്രസിദ്ധീകരിക്കുമ്പോ, വിതരണം ചെയ്യുമ്പോ, മുസ്ലിമീങ്ങൾക്കിടയിൽ പഠിപ്പിക്കപ്പെടുമ്പോ ആലോചിക്കണ്ടേ ഇവിടെ ആരുടെ പേരിലാണ് ശിർക്ക് ആരോപിക്കുന്നത്? മുസ്ലിം റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് ഔഷധമായി കൊണ്ട് മക്തറായി കൊണ്ട് കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ? അസബ്തി, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാ, ശിർക്കാണെന്നല്ല പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ സൂക്ഷിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുപ്പായം ജുബ്ബ, ആ ജുബ്ബയെ കുറിച്ച് പറയുന്ന ഹദീസിന്റെ കിതാബുകളിലുണ്ടല്ലോ. അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹാദിഹി ജുബ്ബത്ത്, ഇത് ചെയ്യാറുള്ളത്, ഇത് ഞങ്ങൾ വെള്ളത്തിൽ മുക്കും, വെള്ളത്തിൽ മുക്കിക്കൊണ്ട് രോഗശമനത്തിന് വേണ്ടി ആ വെള്ളം ഉപയോഗിക്കും. ഇത് സാധാരണ മനുഷ്യരുടെ കഴിവിനപ്പുറമുള്ളൊരു കാര്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്തൊരു കാര്യമല്ലേ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ പ്രതീക്ഷിച്ചത്, ആഗ്രഹിച്ചത്? ഇത് ശിർക്കാണെന്ന് പറയുമ്പോൾ ആരുടെ പേരിലാണ് ഈ ശിർക്ക് ആരോപിക്കുന്നത്? സഹാബിമാർക്ക് മനസ്സിലാവാത്ത ശിർക്കല്ലേ ഇത്? സഹാബിമാർ പഠിപ്പിക്കാത്ത ശിർക്കല്ലേ ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പരിശുദ്ധ ദീനിനെ പഠിച്ചിട്ടുള്ള സഹാബിമാർക്ക് ഇതറിയില്ല. ഇങ്ങനെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞ അതേ പുസ്തകം, കുഞ്ഞീദ് മദീനയുടെ അതേ പുസ്തകം, ഈ പുസ്തകത്തിന്റെ 55-ാമത്തെ പേജിൽ ഷിർക്കിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. 55-ാമത്തെ പേജിൽ 55-ാമത്തെ പേജിൽ ഷിർക്ക് വരുന്ന വഴികൾ, ഷിർക്കിന്റെ കാരണങ്ങൾ, ഷിർക്കിന്റെ വിവിധ രൂപങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സൃഷ്ടികളെ സമീപിക്കുക, അത് ഷിർക്കാണ്. മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സൃഷ്ടികളെ സമീപിക്കൽ, അത് ഷിർക്കാണ്. എവിടെ നിന്ന് കിട്ടി ഈ ഷിർക്ക്? ദാരി പഠിപ്പിച്ച ഷിർക്കാണ്. മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സൃഷ്ടികളെ സമീപിക്കൽ, മഹാന്മാരെ സമീപിക്കൽ ഷിർക്കാകുന്നു എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹദീസുകളെക്കുറിച്ച്, ചരിത്രങ്ങളെക്കുറിച്ച് ബാലപാഠമെങ്കിലും അറിയുന്ന ഒരു വഹാബി എങ്ങനെയാണിത് സ്വീകരിക്കുക? എങ്ങനെയാണിത് പറയുക? ഹദീസിന്റെ കിതാബുകളിൽ ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത കിതാബുകൾ, സഹീഹുൽ ബുഖാരി അടക്കമുള്ള കിതാബുകൾ, ആ കിതാബുകളിൽ കാണുന്ന സംഭവമല്ലേ നബി സല്ലല്ലാഹു അലൈഹി സൈനബ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അയ്യുനാ അസ്റഉ ബിക ലഹൂക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ആദ്യം ആരാണ് മരിക്കുക? ഞങ്ങൾ ആദ്യം ആരാണ് മരണപ്പെടുക? മറഞ്ഞ കാര്യം അറിയാൻ വേണ്ടി ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാർ ചോദിക്കുന്നു, ഇതിനെക്കുറിച്ച് എന്തു പറയും? അന്ന് സംവാദത്തിൽ ചോദിച്ചിരുന്നു. 4 ചില്ലാൻ മണിക്കൂർ സമയം ഹനീഫയും അതുപോലെ തന്നെ അനസുമായി കൊണ്ട് ഏറ്റുമുട്ടിക്കൊണ്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാതെ വെറും കവലപ്രസംഗം നടത്തിക്കൊണ്ട് സമയം തീർക്കുന്ന അവസ്ഥയായിരുന്നു പേരാമ്പ്രയിലുണ്ടായത്. മറഞ്ഞ കാര്യം അറിയാൻ സൃഷ്ടികളെ സമീപിക്കൽ ശിർക്കാകുന്നു എന്ന് കുഞ്ഞീദ് വന്നിട്ട് പറയുമ്പോ, KNM പ്രസിദ്ധീകരിക്കുമ്പോ, മഹദികളാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും അവർ നബി തങ്ങളോട് ചോദിക്കുന്നു, അല്ല റസൂലേ, ഞങ്ങൾ ആദ്യം ആരാണ് മരിക്കുക? ഇത് മറഞ്ഞ കാര്യം അറിയാൻ വേണ്ടി ഒരു സൃഷ്ടിയോട് ചോദിച്ചതല്ലേ? സൈനബ ബീവി മുശ്രിക്കാണെന്ന് പറയുമോ? സൗദാ റളിയല്ലാഹു അൻഹ മുശ്രിക്കാണെന്ന് പറയുമോ? ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിന്റെ പ്രാമാണികമായി യാതൊരു പിൻബലവുമില്ലാത്ത വെറും യുക്തിചിന്തകൾ മാത്രം. ഇതാണ് മുജാഹിദുകൾക്കും ജമാഅത്തിനും തബ്ലീഗുകാർക്കും സംഭവിച്ച അബദ്ധങ്ങൾ. ആരും മോശക്കാരല്ല. കർമ്മങ്ങളിൽ ആളുകളെ ഒരുപക്ഷെ വഞ്ചിതരാക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും കാണും. നാട്ടിലൊക്കെ ചിലപ്പോ
നല്ല സാമൂഹ്യ സേവന പ്രവർത്തനം രക്ഷിക്കുന്നതിന് വേണ്ടിയേക്കാൾ പ്രധാനം വിശ്വാസിച്ചിട്ടുള്ള ഏകത്വമുണ്ട്. വഹുവ മുഅ്മിൻ വഹുവ മുഅ്മിൻ വഹുവ മുഅ്മിൻ. യഥാർത്ഥ വിശ്വാസക്കാരനായിരിക്കണം, യഥാർത്ഥ വിശ്വാസക്കാരനായിരിക്കണം. യഥാർത്ഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട കർമ്മങ്ങൾ മാത്രമാണ് സ്വീകരിക്കപ്പെടുക, അല്ലാത്തൊരു കർമ്മവും സ്വീകാര്യമല്ല. ഇതാണ് തബ്ലീഗ് ജമാഅത്തിനെ പറ്റിയ അബദ്ധം. തലയിൽ തൊപ്പിയുണ്ടാകും, നല്ല തീണ്ട താടിയുണ്ടാകും, കയ്യിൽ തസ്ബീഹ് മാലയുണ്ടാകും, ആളുകളെ പറ്റിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷേ വഹാബിസത്തിന്റെ ഒരു സൈലന്റ് പ്രവർത്തനമാണ്, അതല്ലെങ്കിൽ മൗനമായ വഹാബിസമാണ് തീർച്ചയായും തബ്ലീഗ് ജമാഅത്ത്. നബിദിനാഘോഷത്തെക്കുറിച്ച് സമയമില്ല. ബഹുമാനപ്പെട്ട സലാം ഫൈസി ഒളവട്ടൂർ അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ക്ലാസ് ഇവിടെ നടക്കാറുണ്ട്. ധാരാളം ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. തബ്ലീഗിനെ കുറിച്ച് പറയാനുണ്ട്, തരീഖത്തുകളെ കുറിച്ച് പറയാറുണ്ട്, നൂർഷാ തരീഖത്ത്, ആലുവ തരീഖത്ത്, പല തരീഖത്തുകളെ കുറിച്ചും പറയാറുണ്ട്. പ്രിയ സഹോദരരെ, യോജിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമാകുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ സത്യസരണി, ആ സത്യസരണിയാണ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. ഒരു മുസ്ലിം എന്തൊക്കെ വിശ്വസിക്കണം, ഒരു മുസ്ലിം എന്തൊക്കെ പ്രവർത്തിക്കണം. ഇത് കൃത്യമായി കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള നേതൃത്വം ഹിദമത്തുകളെയും അല്ലാഹു സ്വീകരിച്ച് പ്രവർത്തിക്കേണ്ട തൗഫീഖ് ബഹുമാനപ്പെട്ട സലാം ഫൈസി ഞാൻ അനുഭവിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.